ഈ വീഡിയോയിൽ നമ്മൾ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ 15th ചാപ്റ്ററാണ് നോക്കുന്നത്. ജെൻഡർ റെപ്രസെൻറ്റേഷൻ ഇൻ മീഡിയ, സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയസസ്. സോ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറഞ്ഞത്, മീഡിയ നമുക്കറിയാം ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ഷേപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോൾ തന്നെ വഹിക്കുന്നുണ്ട്. മീഡിയ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? പ്രിൻറ്റ് മീഡിയ, ടെലിവിഷൻ, ഫിലിംസ്, ഡിജിറ്റൽ മീഡിയ, ഇതെല്ലാം ഇൻക്ലൂഡാണ്. ഇതെന്തിനൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ ബിലീഫ്സ്, സെൽഫ് ഇമേജ്, അതുപോലെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, അവരെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മീഡിയ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ഇയേഴ്സിൽ എന്താ പറയുക, ജെൻഡർ ഇക്വാളിറ്റിയിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം സോഷ്യൽ മൂവ്മെൻറ്റ്സും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഈക്വൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡും ഒക്കെ വന്നതോടുകൂടിയാണ് ഈ ഒരു ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. ഇതെന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് നമുക്ക് നോക്കാം. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഐഡിയാസിനാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോ കൾച്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ ഐഡിയാസാണ്? അബൌട്ട് ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ പേഴ്സണാലിറ്റി, ബിഹേവിയർ, സോഷ്യൽ റോൾസ്, ഒക്യുപ്പേഷൻസ്, ഈ ഒരു ഐഡിയാസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സിൻ്റെ ഓരോ ടൈപ്സ്? ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ് എന്ന് വെച്ചാൽ സൊസൈറ്റി തിങ്ക് ചെയ്യാണ് എങ്ങനെയാണ് ഒരു വിമൺ അല്ലെങ്കിൽ ഒരു മാൻ ആവേണ്ടത് എന്നുള്ളത്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രിസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ്. അത് ഒരു മാൻ അല്ലെങ്കിൽ ഒരു വിമൺ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ലാസ്റ്റ് പ്രോസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ് ആണ്. അതായത് ഒരു മാൻ അല്ലെങ്കിൽ ഒരു വിമൺ എങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് പ്രോസ്ക്രിപ്റ്റീവ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ബിലീഫാണ്, എങ്ങനെയാണൊരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരാവേണ്ടത് എന്നുള്ളത്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത്. പ്രോസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രോസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. സോ മൈൻഡിൽ വെക്കുക, ആ ഒരു ലൈൻ അങ്ങനെ തന്നെ പഠിച്ചു പോകണം. ഇറ്റ്സ് ദെയർ ഇൻ ദ ടെക്സ്റ്റ്. ഈ കോമൺ ആയിട്ടുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആണ് പറയുന്നത്. വിമൺ നമുക്കറിയാം എപ്പോഴും സപ്പോർട്ടീവായിട്ടും ഇമോഷണലായിട്ടും കെയറിങ് ആയിട്ടും അല്ലെങ്കിൽ ഹോം മേക്കേഴ്സായിട്ടൊക്കെയാണ് പോർട്രേ ചെയ്യുന്നത്. മെൻ അതേസമയം അംബീഷ്യസ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, കോമ്പറ്റേറ്റീവ് ആയിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും, ലീഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെന്നിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോടൈപ്സ് ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർ ചിലപ്പം സൊസൈറ്റിയിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റോ ക്രിറ്റിസിസമോ ഒക്കെ നേരിടേണ്ടി വരും. ഇനി ടെലിവിഷനിലുള്ള ജെൻഡർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെലിവിഷൻ പൊതുവെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനൊക്കെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അതായത് വിമണിനെ യൂഷ്വലി കുക്കിംഗ് ആയിട്ടും അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീനിങ് അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, ഫാമിലി ഡ്യൂട്ടീസ് ഒക്കെ മാനേജ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് വിമണിനെ കാണിക്കുന്നത്. അതേസമയം മെന്നാണെങ്കിലോ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടും പവർഫുള്ളായിട്ടും കോമ്പറ്റേറ്റീവ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, വിമണിനെ പവർഫുൾ പൊസിഷനിൽ ഇരുത്തിയിട്ടുള്ള പോർട്രേലൊക്കെ വളരെ കുറവാണ്. അഥവാ ഇനി വിമണിനെ പവർഫുള്ളായിട്ട് കാണിച്ചാലും മീഡിയ അതിനെ പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണ്? മെൻ ഡോമിനൻ്റ് ആയിട്ടും പാട്രിയാർക്കി ഒരു നോർമൽ രീതിയിൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടെലിവിഷനാണ് ശരിക്കും പറഞ്ഞാൽ, ടെലിവിഷൻ ഒരു വലിയ റോൾ കളിക്കുന്നുണ്ട്. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് സൊസൈറ്റിയിൽ ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി റെപ്രസെൻറ്റേഷൻ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റീരിയോടൈപ്പ് വരുന്നത് നമുക്ക് നോക്കാം. സോ അഡ്വർടൈസ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി കുറേ മെന്നിനും വിമനിനുള്ള സ്റ്റീരിയോടൈപ്പിക്കൽ റോൾസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു റോള് ഇങ്ങനെ തന്നെയാണ് ഇവർ കണ്ടിന്യൂ ചെയ്യുന്നത്. റിവേഴ്സിലൊന്നും സംഭവിക്കാറില്ല, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് തിരിച്ച് സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റീരിയോടൈപ്പ് ഫോളോ ചെയ്താണ് അഡ്വർടൈസ്മെൻറ്റ്സ് മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണ് മെന്നിന് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത് നമുക്ക് നോക്കാം.
മെന്നിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും പ്രൊഫഷണൽസ് ആയിട്ടും ഔട്ട്ഡോർ വർക്കേഴ്സ് ആയിട്ടും ഒക്കെയാണ് കാണിക്കുന്നത് അല്ലേ. അതുപോലെ അവർ ചെയ്യുന്ന ആഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾസ്, ബിസിനസ് പ്രൊഡക്ട്സ്, ടെക്നോളജി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതേസമയം അഡ്വർടൈസ്മെൻറ്റിലുള്ള വിമൻ്റെ കാര്യം എങ്ങനെയാണ്? ഹൗസ് വൈഫ്സ് ആയിട്ടോ മദേഴ്സ് ആയിട്ടോ കെയർ ഗിവേഴ്സ് ആയിട്ടോ ഒക്കെയാണ് അവരെ കാണിക്കുന്നത്. അതുപോലെ അവർ ചെയ്യുന്ന ആഡുകൾ എന്ന് വെച്ചാൽ കുക്കിംഗ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വാഷിംഗ് പ്രൊഡക്ട്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതിനെയൊക്കെ ആയിരിക്കും ഇവർ കൂടുതലും ആഡ് ചെയ്യുക. സോ അതുമാത്രമല്ല വിമൺ ആസ് ഡെക്കറേറ്റീവ് ഒബ്ജക്ട്സ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് വിമണിനെ സെക്ഷലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പല അഡ്വർടൈസ്മെൻറ്റ്സ് വിമണിനെ സെലക്റ്റീവായിട്ടും അട്രാക്റ്റീവായിട്ടുള്ള ഒബ്ജക്ട്സ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുമൊക്കെ അങ്ങനെ ഡെക്കറേറ്റീവ് ഒബ്ജക്ട്സ് ആയിട്ട് വിമണിനെ അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ പുരുഷന്മാരുടെ പ്രൊഡക്ട്സ് പോലും വിമണിൻ്റെ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്, അതായത് അറ്റൻഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഉള്ളത്. ഇനി മീഡിയയിലുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ്സ് മിക്കപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഫെയർ സ്കിൻ, ടോൾ ഹൈറ്റ്, സ്ലിം ബോഡി അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ബോഡീസിനെയൊക്കെ നെഗറ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഫെയർനെസ് ക്രീംസ് പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത്. അതുപോലെ ബ്യൂട്ടി സോപ്സ് അതൊക്കെ സക്സസ്സും ഹാപ്പിനെസ്സും പ്രോമിസ് ചെയ്തിട്ടാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മീഡിയ റെപ്രസെൻറ്റേഷനിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം മീഡിയ ആണ് ആൾക്കാരെ കൊണ്ട് ബോഡീസും അപ്പിയറൻസും ഒക്കെ ജഡ്ജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻസെക്യൂരിറ്റിയും കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യാം? നാച്ചുറൽ ബോഡീസ് റോങ് ആണ് എന്നുള്ളൊരു ബിലീഫ് ആൾക്കാരിലേക്ക് കുത്തിവെക്കുകയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ അഡ്വർടൈസിങ്ങും അതിലുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ഇന്ത്യക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള കൺസ്യൂമർ മാർക്കറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അഡ്വർടൈസേഴ്സ് വിമൻ്റെ ഇമോഷൻസും വാല്യൂസും വെച്ച് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതേസമയം അഡ്വർടൈസ്മെൻറ്റ്സ് വിമണിനെ കൺഫ്യൂസ് ചെയ്യാറുമുണ്ട്. കാരണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്കിംഗ് വിമൺ പ്രൊഫഷണലി വർക്ക് ചെയ്യാനും വീട് മാനേജ് ചെയ്യാനും ഫാമിലി ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം ഒരു വിമൺ എന്നും കാണിക്കുന്നുണ്ട്. സക്സസ്ഫുൾ വിമൺ എപ്പോഴും വർക്കും ഹൗസ് ഹോൾഡ് കാര്യങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. എല്ലാം ഈക്വലി ബാലൻസ് ചെയ്യാനായിട്ടാണ് വിമൺ എക്സ്പെക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഏരിയലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഷെയർ ദ ലോഡ് എന്ന് പറയുന്ന ഏരിയലിൻ്റെ ആഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫാദർ റിയലൈസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഓഫീസ് വർക്കും ഹൗസ് വർക്കും തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻകറേജ് ചെയ്യുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ് വർക്ക് മെന്നും നിങ്ങളും കൂടി ഷെയർ ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാനിഷ് അഡ്വർടൈസ്മെൻറ്റ് റീമാരേജ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അത് കാണിക്കുന്നത് ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള സിംഗിൾ മദർ റീമാരേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ബ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാരേജിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ മദേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റീരിയോടൈപ്സ് ഒക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൈറ്റ് ആൻഡ് റാഗ് അഡ്വർടൈസ്മെൻറ്റ് ഹെർ ലൈഫ് ഹെർ ചോയ്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ അത് വിമൻ്റെ ചോയ്സാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് സപ്പോർട്ട് ചെയ്തത് വിമൻ കരിയറും അതുപോലെ പ്രഗ്നൻസിയും പേരൻറ്റിങ്ങും ഒക്കെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ട് വിമൻ അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ട് കോൺഫിഡൻ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റൊക്കെ വിമണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനി ഒരുപാട് പ്രോബ്ലംസ് ഉള്ള അഡ്വർടൈസ്മെൻറ്റിൽ, അതായത് ഇപ്പോൾ പോലും ഒരുപാട് ബ്രാൻഡ്സ് സ്റ്റീരിയോടൈപ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റ്സ് വിമണിനെ മെന്നിനോട് ഡിപ്പെൻഡൻ്റ് ആയിട്ടും അതുപോലെ അപ്രൂവൽ സീക്ക് ചെയ്യണം, എന്ത് കാര്യത്തിനും പെർമിഷൻ ചോദിക്കണം, ഐഡൻറ്റിറ്റിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ റെപ്രസെൻറ്റേഷനാണ് മെയിനായിട്ട് വരുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ. അപ്പം പണ്ടുണ്ടായിരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ട്രാൻസ്ജെൻഡർ റെപ്രസെൻറ്റേഷൻ അവോയ്ഡ് ചെയ്തായിരുന്നു. കാരണം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓഡിയൻസസ് ഒക്കെ ഇങ്ങനെയുള്ള ആഡ്സ് റിജക്റ്റ് ചെയ്യുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ വിക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് 2017 കാണിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ മദർ അവരുടെ കുട്ടിയെ കെയർ ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇതൊരു ട്രാൻസ്ജെൻഡർ വിസിബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു. പിന്നെ അർബൻ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് അതൊരു എക്സാമ്പിളാണ്.
അവർ ഒരു ട്രാൻസ് വിമൻ്റെ സ്റ്റോറി വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഈ ഒരു ആഡ് ഫാമിലി റിജക്ഷനും അക്സെപ്റ്റൻസ് ആഫ്റ്റർ ട്രാൻസിഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫാൽക്കോ ടയേഴ്സ് അഡ്വർടൈസ്മെൻറ്റ്, ഈ ആഡ് കാണിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഈ ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനാണ്. അതായത് ഡ്രൈവേഴ്സൊക്കെ ട്രാൻസ് വിമന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്തൊരവസ്ഥ. പിന്നെ ഗ്രൂപ്പ് ബോണ്ട് റെഡ് ലേബൽ അഡ്വർടൈസ്മെൻറ്റ്, ഈ ഒരു ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്തത് ട്രാൻസ്ജെൻഡർ പീപ്പിളിനോടുള്ള കൈൻഡ്നെസ് ആണ്. അപ്പോൾ ഈ ഒരു ആഡൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഹ്യൂമാനിറ്റിയും അക്സെപ്റ്റൻസുമാണ്. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ഫിലിംസ്. നമുക്കറിയാം ഫിലിംസിലുള്ള വിമനെ ഒരു അൺറിയലിസ്റ്റിക് സ്റ്റീരിയോടൈപ്സിലൂടെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബോളിവുഡിലൊക്കെയുള്ള ട്രഡീഷണൽ ഫീമെയിൽ ഇമേജ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സഫറിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന, ഒബീഡിയൻ്റ് ആയിട്ടുള്ള, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് വിമനെ. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിമനെ വളരെ നെഗറ്റീവായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ഇപ്പം 1989 ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി, അപ്പോൾ ആ ഒരു മൂവിയിൽ ഈ മെർമെയ്ഡ് എന്താണ് ലവിന് വേണ്ടിയിട്ട് അവളുടെ ഐഡൻറ്റിറ്റി ഗീവപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് മെനിനോടുള്ള ഫീമെയിലിൻ്റെ ഡിപ്പെൻഡൻസ് ആണ്. അതുപോലെ സ്മേർഫ്സ് ദ ലോസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ് 2011 ഇറങ്ങിയ ഒരു മൂവി, അതിനകത്ത് ഫീമെയിൽ സ്മേർഫിനെ സ്മേർഫെക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളുടെ ഐഡൻറ്റിറ്റി അവിടെ മെയിൽ സ്മേർഫ്സിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ പ്രിറ്റി വിമൻ എന്ന് പറയുന്ന 1990 ഒരു മൂവി, അതായത് റിച്ച് മാനിന് വിമനെ റെസ്ക്യൂ ചെയ്യാണ്. അപ്പോൾ ഇത് മെയിൽ സേവിയേഴ്സിൻ്റെ ഐഡിയ ആണ് റീൻഫോഴ്സ് ചെയ്യുന്നത്. അതുപോലെ ടൈം ഡൗൺ 1989 അതും എന്താ പറയുക, വിമൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അബ്യൂസൊക്കെ ട്രിവിയലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ക്രോസിംഗ് ദ ലെൻസി ആൻഡ് മൂൺ സ്ട്രക്ക് എന്ന് പറയുന്ന സംഭവം, അതും സക്സസ്ഫുൾ ആയിട്ടുള്ള വിമനും ഹാപ്പിനെസ് വേണമെങ്കിൽ അത് മെന്നിൻ്റെ ആവശ്യം കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പോർട്രേ ചെയ്യുന്നത്. ഇന്ത്യൻ സിനിമയിലുള്ള വിമൻ്റെ അവസ്ഥ ആണെങ്കിൽ ഹിന്ദി മൂവീസൊക്കെ മെയിൻലി മെയിൽ സെൻറ്റേഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ സെക്കൻഡറി ടു മെൻ ആയിട്ടാണ് കാണിക്കുന്നത്. വിമനെ ഷോ ചെയ്യുന്നത് ഗ്ലാമറായിട്ടും എൻ്റർടൈൻമെൻ്റായിട്ടും ഇമോഷണൽ സപ്പോർട്ടായിട്ടൊക്കെയാണ്. ഈ സ്റ്റീരിയോ ടൈപ്സിനൊക്കെ ചലഞ്ച് ചെയ്ത ചില ഫിലിംസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് പേരുകളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും ഓർത്ത് വെക്കുക. മദർ ഇന്ത്യ, സീമ, ബാന്തിനി, ചമേലി, ചീനിക്കം, പാ, ഇഷ്കിയ, നോ വൺ കിൽഡ് ജെസിക്ക, ഡേർട്ടി പിക്ചർ, ക്വീൻ, മേരി കോം, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഫിലിംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിംസൊക്കെ ഫോക്കസ് ചെയ്യുന്നത് വിമൻ്റെ ലൈഫ്സാണ്. സ്റ്റീരിയോ ടൈപ്സ് തന്നെ ചലഞ്ച് ചെയ്താണ് കാണിക്കുന്നത്. അതുപോലെ വിമനെ എല്ലാം സെൻട്രൽ ക്യാരക്ടേഴ്സ് ആക്കിയാണ് ഈ ഒരു സിനിമയൊക്കെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫിലിംസിലുള്ള ട്രാൻസ്ജെൻഡർ പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യൻ ഫിലിംസ് ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ പോർട്രേ ചെയ്തിരുന്നത് വില്ലൻസായിട്ടും കോമിക് റിലീഫായിട്ടും ക്രിമിനൽസൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പോർട്രേൽസ് റിയൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ എക്സ്പീരിയൻസിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ സിസ്റ്റെൻഡർ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലം, ഒരുപാട് ഫിലിംസ് എന്താ പറയുക, ട്രാൻസ്ജെൻഡർ റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റെൻഡർ ആയിട്ടുള്ള ആക്ടേഴ്സിനാണ് എടുത്തത്. തങ്കം, അതുപോലെ സൂപ്പർ ഡെലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫിലിംസൊക്കെ ഒരുപാട് ക്രിറ്റിസിസം റിസീവ് ചെയ്യേണ്ടി വന്നു. കാരണം ഇത് ട്രാൻസ്ജെൻഡർ ആക്ടേഴ്സിനെ അല്ല കാസ്റ്റ് ചെയ്യുന്നത്, പകരം സിസ്റ്റെൻഡർ ആക്ടേഴ്സിനെ കൊണ്ട് ട്രാൻസ്ജെൻഡർ റോൾസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി മിസ്റെപ്രസെൻറ്റേഷൻ്റെ ഈ ഒരു ഹാർംഫുൾ എഫക്ട്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. മീഡിയ സ്റ്റീരിയോ ടൈപ്സ് ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഡിപ്രഷൻ, ആൻസൈറ്റി, സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഫിലിംസിലുള്ള നെഗറ്റീവായിട്ടുള്ള ട്രാൻസ്ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, അതായത് ഫോർ എക്സാമ്പിൾ സൈലൻസ് ഓഫ് ദി ലാംസ് എന്ന് പറയുന്നത്, അതിൽ ബഫലോ ബില്ലിനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കില്ലറായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഈ സെഞ്ചുറ പെറ്റിറ്റക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു മൂവി, അതിലും ലൂയിസിനെ റിവീൽ ചെയ്യുന്നതൊരു എന്താ പറയുക, കോമഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോക്ക് വാല്യൂവിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർട്രേൽസ് എന്താ പറയുക, ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ കുറിച്ചിട്ടുള്ള പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ് ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മീഡിയ റെപ്രസെൻറ്റേഷനുള്ള ബയസസ് എന്തൊക്കെ നമുക്ക് നോക്കാം. മീഡിയ ബയസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ, അണ്ടർ റെപ്രസെൻറ്റേഷൻ, ടോക്കണിസം, ഇതൊക്കെയാണ്. എന്താണ് അണ്ടർ റെപ്രസെൻറ്റേഷൻ? ലീഡർഷിപ്പ് റോൾസിലും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിലുമൊക്കെ വിമണിനെയും നോൺ ബൈനറി പീപ്പിളിനെയും വളരെ റെയർ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്താ പറയുക, അവർ ലെസ് കാപ്പബിൾ എന്നുള്ള ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റീരിയോടിപ്പിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ മീഡിയ
ആൾക്കാരെ സ്റ്റീരിയോ ടൈപ്സിലേക്ക് റെഡ്യൂസ് ചെയ്ത് വിടുകയാണ്. കളറില്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ LGBT പെടുന്ന ആൾക്കാരൊക്കെ ഇന്നക്യുറേറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ടോക്കണിസം. ചില സമയത്ത് മീഡിയ എന്ത് ചെയ്യുന്നു, അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രം മൈനോറിറ്റി ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവർ ഒരു മീനിങ് ഫുൾ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്സിനൊക്കെ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ചില മോഡേൺ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഈ സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് വിമനെ ലീഡർഷിപ്പിലും അതോറിറ്റിയിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും പ്രോബ്ലംസ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഡൊമസ്റ്റിക് വർക്ക് സ്റ്റീരിയോ ടൈപ്സ്. അതുപോലെ പുരുഷന്മാർ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നത് ഒരു അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ആടൊക്കെ കാണിക്കുന്നത് മെന്നിനെ ക്ലംസി ആയിട്ടും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കിനെ ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് റീൻഫോഴ്സ് ചെയ്യുന്ന എന്ത് ഐഡിയ ആണ്, വിമണിന് മാത്രമാണ് ഹൗസ് വർക്ക് ബിലോങ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയ ആണ് ഇവിടെ റീൻഫോഴ്സ് ആയി വരുന്നത്. ഇനി ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് മീഡിയ. നമുക്കറിയാം ഒരു 1960s ഒക്കെ മുതൽ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് മീഡിയയിലുള്ള ജെൻഡർ ബയസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഫെമിനിസ്റ്റ്സ് മീഡിയ വഴി ആർഗ്യൂ ചെയ്താൽ അതുപോലെ ഈ ഒരു വിമണിനെ ഇൻവിസിബിൾ ആക്കി കാണിക്കുക, അല്ലെങ്കിൽ വിമണിൻ്റെ ഇമ്പോർട്ടൻസിനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ഡൊമിനൻസ് പ്രൊമോട്ട്, ഇങ്ങനെയുള്ള മീഡിയയിലുള്ള കാര്യങ്ങൾക്ക് ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് മീഡിയ റെപ്രസെൻറ്റേഷനാണ്. പല മീഡിയാസിലും എങ്ങനെയാണ് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആൾക്കാരെ പോർട്രേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയാസ്, ഏതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് അതിന് വരുന്നത്, അത് സപ്പോർട്ട് ചെയ്യുന്നവർ, ഒപ്പോസ് ചെയ്യുന്നവർ, എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. സോ ഇൻ കൺക്ലൂഷൻ, മീഡിയ ജെൻഡറിനെ കുറിച്ചുള്ള ഐഡിയാസ് സൊസൈറ്റിയിൽ നല്ലോണം ഷേപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുക നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. സോഷ്യൽ ബയസും സ്റ്റീരിയോടൈപ്സും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ റെപ്രസെൻറ്റേഷൻ മീഡിയയാണ്. പലരും നമ്മളൊക്കെ മീഡിയയുടെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ മീഡിയയുടെ കയ്യിലാണ് ശരിക്കും നമ്മുടെ ബിലീഫും ഐഡിയാസും ഒക്കെ ഇരിക്കുന്നത്. സോ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ക്യാൻ ക്രിയേറ്റ് ഇക്വാളിറ്റി. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെ അക്സെപ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് മീഡിയ വിചാരിച്ചാൽ നടക്കും. സോ ഈ ഒരു സ്റ്റീരിയോടൈപ്സിനൊക്കെ ചലഞ്ച് ചെയ്യുന്നത് വഴി ഒരു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കുറച്ച് നീളമുള്ളൊരു ചാപ്റ്ററാണ്, എന്നാലും വളരെ ഈസിയാണ്. ഓരോ മീഡിയയിലും എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്, ഏതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്, ഏതൊക്കെ മൂവീസാണ് ഈ സ്റ്റീരിയോടൈപ്സിനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സോ ടെക്സ്റ്റും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റും വായിക്കാം. താങ്ക് യു.